ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജീവിതം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതായത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കാറില്ലേ, എനിക്ക് എൻ്റെ ജീവിതം മാറ്റണം, എനിക്ക് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് പണം സമ്പാദിക്കണം, നല്ലൊരു ജോലി വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഓരോ ദിവസവും ഉണരുമ്പോൾ ഇന്ന് ഞാൻ പുതിയ ഒരാളാകും എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാറില്ലേ? പക്ഷേ ദിവസം അവസാനിക്കുമ്പോൾ പഴയ അതേ ശീലങ്ങളിലേക്ക് തന്നെ നിങ്ങൾ വീണുപോകുന്നു, അല്ലേ? ഓരോ തവണ നിങ്ങൾ ഒരു മാറ്റത്തിന് ശ്രമിക്കുമ്പോഴും നിങ്ങൾ തന്നെ അത് നശിപ്പിക്കുന്നു. കുറച്ച് ദിവസം നിങ്ങൾ എക്സസൈസ് ചെയ്യും, പിന്നെ അത് നിർത്തും. കുറച്ച് ദിവസം നന്നായി ജോലി ചെയ്യും, പിന്നെ പഴയ ആ മടിയിലേക്ക് മടങ്ങിപ്പോകും. ഇന്നു മുതൽ ഞാൻ രാവിലെ എഴുന്നേൽക്കും, അല്ലെങ്കിൽ ഇന്നു മുതൽ ഞാൻ ദേഷ്യപ്പെടില്ല. പക്ഷെ എന്ത് സംഭവിക്കും? 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ പടിയായി. ഇത് കണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് വിൽ പവർ ഇല്ല എന്നാണോ? പക്ഷെ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സത്യത്തിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പകരം ഇതിന് പിന്നിൽ വലിയൊരു ന്യൂറോ സയൻസ് ഉണ്ട്. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഈ ജീവിതത്തെ സംരക്ഷിക്കാൻ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ, നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഈ പഴയ ജീവിതത്തെ സംരക്ഷിക്കാൻ നിങ്ങളുടെ തലച്ചോറ് കഠിനമായി പരിശ്രമിക്കുകയാണ്. ഇതിന് പിന്നിലെ ശാസ്ത്രം എന്താണെന്നും നമ്മുടെ തലച്ചോറിനെ എങ്ങനെ ശരിയായ വിജയത്തിനായിട്ട് റീവയർ ചെയ്യാമെന്നുമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഐഡന്റിറ്റിയുടെ പിന്നിലെ ന്യൂറോ സയൻസിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം സർവൈവൽ മോഡിൽ തുടരുന്നത്, എങ്ങനെ ഈ വയറിംഗ് മാറ്റിമറിച്ച് യഥാർത്ഥ മാറ്റം കൊണ്ടുവരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മാറ്റം അത്ര അകലെയൊന്നും അല്ല, പക്ഷേ അത് ഉൾക്കൊള്ളാൻ നിങ്ങളുടെ നെർവസ് സിസ്റ്റം തയ്യാറാകേണ്ടതുണ്ട്. ആദ്യം പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ മാറ്റത്തെ പേടിക്കുന്നതെന്ന്. നമ്മൾ വിചാരിക്കുന്നത് ഈ ബ്രെയിൻ നമ്മളെ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ സഹായിക്കുക എന്നാണ്. എന്നാൽ സത്യം അതല്ല. നമ്മുടെ ബ്രെയിനിന്റെ പ്രധാന ജോലി നമ്മളെ ജീവനോടെ നിലനിർത്തുക എന്നതാണ്. ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. നിങ്ങളുടെ തലച്ചോറിന് നിങ്ങളെ വിജയിപ്പിക്കണം എന്നൊന്നുമില്ല. അതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം നിങ്ങളെ ജീവനോടെ നിലനിർത്തുക എന്നത് മാത്രമാണ്. നിങ്ങളിപ്പോൾ ജീവിക്കുന്ന സാഹചര്യം അതെത്ര മോശമാണെങ്കിലും ബ്രെയിനിനെ സംബന്ധിച്ച് അത് സുരക്ഷിതമാണ്. കാരണം നിങ്ങൾ അവിടെ മരിക്കാതെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു പുതിയ മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ ബ്രെയിൻ വിചാരിക്കും, അയ്യോ ഇത് പുതിയതാണല്ലോ, അത് അപകടമാണോ എന്ന്. ബ്രെയിൻ ഉടനെ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു തടസ്സം ഉണ്ടാക്കും. ഉദാഹരണത്തിന്, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പേടിക്കും. അത് വിചാരിക്കും, ഇതെന്താ പുതിയൊരു പരിപാടി, ഇത് അപകടമാണോ? വേണ്ട, നമുക്ക് പഴയ പോലെ 8 മണിക്ക് തന്നെ എഴുന്നേൽക്കാം, അതാണ് സേഫ്. അതുകൊണ്ട് നിങ്ങൾ മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു വിമുഖത തോന്നുന്നത് സ്വാഭാവികമാണ്. അത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ നമ്മൾ അതിനെ പറഞ്ഞു മനസ്സിലാക്കണം, ഈ മാറ്റം സുരക്ഷിതമാണെന്ന്. അതായത് ഉള്ള അവസ്ഥയിൽ തന്നെ മാറ്റമില്ലാതെ തുടരാനുള്ള നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ടെൻഡൻസി. ഇനി ഇതിനെ മറികടന്ന് എങ്ങനെ പുതിയൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈ ഐഡന്റിറ്റി? അതായത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും പുതിയ ശീലങ്ങൾ തുടങ്ങിയാൽ ജീവിതം മാറുമെന്ന്. എന്നാൽ ന്യൂറോ സയൻസ് പറയുന്നത് മാറ്റം തുടങ്ങേണ്ടത് നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ നിന്നാണെന്നാണ്. അപ്പോൾ എന്താണ് ഈ ഐഡന്റിറ്റി? നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ധാരണയാണത്. നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ച് അറിയാതെ ചില കാര്യങ്ങൾ പറയാറുണ്ട്. എനിക്ക് പൈസ ഒട്ടും സേവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ലേറ്റ് ആകുന്ന ആളാണ്, എനിക്ക് പഠിക്കാൻ ബുദ്ധിയില്ല, എനിക്ക് കണക്കൊട്ടും അറിയില്ല, ഞാൻ എപ്പോഴും പരാജയപ്പെടുന്നവനാണ്. നിങ്ങൾ വെറുതെ ഒരു തമാശക്കാണിത് പറയുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ബ്രെയിൻ അത് തമാശയായിട്ട് എടുക്കില്ല. അത് ഓരോ വാക്കും റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അത് ഉള്ളിൽ ഇങ്ങനെ കുറിച്ചു വെക്കും. ഓക്കെ, ഇവൻ വൈകി എത്തുന്ന ആളാണ്, അതാണ് ഇവന്റെ സ്വഭാവം, അപ്പോൾ ഇനി എപ്പോഴും വൈകി എത്താൻ ഞാൻ ഇവനെ സഹായിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും, നീ ലേറ്റ് ആകുന്ന ആളല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പോൾ നേരത്തെ പോകുന്നേന്ന്. ഇതിനെയാണ് ഐഡന്റിറ്റി റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നുവോ അത് ശരിയാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും
നിങ്ങളുടെ നാഡീവ്യൂഹത്തെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ ശീലങ്ങളല്ല, പകരം നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആത്മവിശ്വാസമില്ലാത്ത ആ പഴയ കഥകളാണ്. ഇനി നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാവോ? അതെപ്പോഴും പ്രഡിക്ഷൻസ് നടത്തുകയാണ്. ഇപ്പോൾ ഫോൺ ബെല്ലടിച്ചാൽ അവൻ അതെടുക്കും, അല്ലെങ്കിൽ ഓഫീസിൽ ചെന്നാൽ അവൻ ദേഷ്യപ്പെടും. ഇങ്ങനെയുള്ള പാറ്റേണുകൾ ബ്രെയിൻ നേരത്തെ മുൻകൂട്ടി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ഈ പാറ്റേണുകളെ തകർക്കാൻ ഒരു വഴിയുണ്ട്. അതിനെയാണ് പ്രഡിക്ഷൻ എറർ എന്ന് പറയുന്നത്. നമുക്കിതൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. നിങ്ങൾ എന്നും ചെയ്യുന്നൊരു റൊട്ടീൻ ഉണ്ടല്ലോ, ആ റൊട്ടീനിൽ ഒരു ചെറിയ മാറ്റം വരുത്തുക. നിങ്ങൾ എന്നും വലത് കൈകൊണ്ടാണ് പല്ല് തേക്കുന്നതെങ്കിൽ നാളെ മുതൽ ഇടത് കൈകൊണ്ടൊന്ന് പല്ല് തേച്ച് നോക്കൂ. അല്ലെങ്കിൽ എന്നും പോകുന്ന വഴിക്ക് പകരം മറ്റൊരു വഴിയിലൂടെ ഓഫീസിൽ പോവുക. വേറൊരു ഉദാഹരണം കൂടി പറയാം. നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ ഫോൺ എടുത്ത് 1 മണിക്കൂർ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമെന്ന് നിങ്ങളുടെ ബ്രെയിൻ പ്രതീക്ഷിക്കുന്നു. അവിടെ നിങ്ങൾ ഒരു മാറ്റം വരുത്തുക. ഫോൺ മാറ്റിവെച്ച് വെറുതെ ഇരിക്കുക. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അലാറം സ്നൂസ് ചെയ്യുന്നതിന് പകരം ഉടനെ എഴുന്നേൽക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പെട്ടെന്നുണരും. ഇതെന്താ സംഭവിക്കുന്നത്? പതിവ് പോലെ അല്ലല്ലോ കാര്യങ്ങൾ. ഈ ഒരു ചെറിയ ഞെട്ടലിലൂടെയാണ് പുതിയ ന്യൂറൽ പാത്വേസ് രൂപപ്പെടുന്നത്. ഈ ചെറിയ മാറ്റത്തെയാണ് ന്യൂറോ സയൻസ് പ്രഡിക്ഷൻ എറർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ചെറിയ മാറ്റം മതി നിങ്ങളുടെ ബ്രെയിനിൽ പുതിയ വഴി വെട്ടിത്തെളിക്കാൻ. അതായത് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി തുടങ്ങൂ. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു സിഗ്നൽ നൽകും, പഴയ ആ വ്യക്തിയല്ല ഇപ്പോൾ ഉള്ളത്, മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന്. ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എത്ര മെഡിറ്റേഷൻ ചെയ്താലും വിഷൻ ബോർഡ് ഉണ്ടാക്കിയാലും നിങ്ങളുടെ ശരീരത്തിന് ആ മാറ്റം ഉൾക്കൊള്ളാൻ പേടിയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പലരും ചോദിക്കാറുണ്ട്, ഞാൻ ദിവസവും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ജീവിതം മാറുന്നില്ലല്ലോ എന്ന്. അതിനുള്ള ഉത്തരം നിങ്ങളുടെ ശരീരത്തിലാണ്. നിങ്ങളുടെ ബ്രെയിൻ പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ ശരീരം ഇപ്പോഴും പഴയ പേടിയിലും സമ്മർദ്ദത്തിലും ആയിരിക്കും. നിങ്ങളൊരു വലിയ വിജയം സ്വപ്നം കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിറയൽ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ശരീരം ആ വിജയം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നാണ്. വിജയിക്കുന്നത്, ആളുകൾ ശ്രദ്ധിക്കുന്നത്, പണം കയ്യിൽ വരുന്നത്, ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിന് അപകടമായി തോന്നാം. അതുകൊണ്ടാണ് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത്. ശരീരം ശാന്തമാകുമ്പോൾ മാത്രമേ അതിന് പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റൂ. നിങ്ങളുടെ നാഡീവ്യൂഹം ശാന്തമായിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. ഇനി നിങ്ങളുടെ ബ്രെയിനിൽ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം RAS എന്നൊരു ഫിൽട്ടർ ഉണ്ട്. അത് ഞാൻ നേരത്തെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലോകത്ത് ദശലക്ഷക്കണക്കിന് കാര്യങ്ങൾ ഒരേ സമയം നടക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല, അല്ലെ? നമ്മുടെ ശ്രദ്ധയിൽ എന്ത് വരണമെന്ന് തീരുമാനിക്കുന്നത് ഈ RAS ആണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പുതിയ കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കാം. പെട്ടെന്ന് റോഡിൽ നോക്കുമ്പോൾ ആ മോഡൽ കാറുകൾ മാത്രം നിങ്ങൾ കൂടുതലായിട്ട് കാണാൻ തുടങ്ങും. മുമ്പും ആ കാറുകൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് നിങ്ങളുടെ RAS അത് ഫിൽട്ടർ ചെയ്ത് കളയുമായിരുന്നു. ഇതുപോലെയാണ് ജീവിതവും. എനിക്കൊന്നിനും കഴിയില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ പരാജയങ്ങൾ മാത്രം ഈ ഫിൽട്ടർ നിങ്ങൾക്ക് കാണിച്ചു തരും. എന്നാൽ എനിക്ക് അവസരങ്ങൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചാൽ പുതിയ വഴികളും പുതിയ ആളുകളെയും കാണാൻ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ സഹായിക്കും. ഇത് മാജിക് ഒന്നുമല്ല, ഇതാണ് ന്യൂറോ സയൻസ്. ഇനി നമുക്കിതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം. ജീവിതം മാറ്റാനുള്ള 5 ലളിതമായ സ്റ്റെപ്പുകൾ. അതിൽ ഒന്നാമത്തേത് ചെറിയ മാറ്റങ്ങൾ തുടങ്ങുക. നിങ്ങളുടെ ബ്രെയിനെ ഒന്ന് ഞെട്ടിക്കുക. എന്നും ചെയ്യുന്ന കാര്യത്തിൽ ചെറിയൊരു മാറ്റം. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ കോഫി കുടിക്കുന്നതിന് പകരം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ബ്രെയിനിന് ഒരു സിഗ്നൽ കൊടുക്കുക, നമ്മൾ പഴയ ആളല്ല, നമ്മൾ മാറാൻ പോവുകയാണെന്ന്. ഇനി രണ്ടാമത്തേത്, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്ന കഥ മാറ്റുക. ഞാനൊരു വിജയിയാണ്, ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ് എന്ന് ദിവസവും കണ്ണാടിയിൽ നോക്കി പറയുക. അത് വെറുതെ പറയുകയല്ല, ആ ഒരു ഫീലിങ്സ് ഉള്ളിൽ തട്ടി പറയണം. ഒരു സിനിമാ നടൻ അഭിനയിക്കുന്നത് പോലെ ആവേശത്തോടെ പറയുക. ഇത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് ദിവസവും കേൾക്കുന്നതും നല്ല എഫക്റ്റീവാണ്. അത് കേൾക്കുമ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുടെ ശരീരത്തിൽ ഫീൽ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇനി മൂന്നാമത്തേത്, നിങ്ങളുടെ ശരീരത്തെ സമാധാനിപ്പിക്കുക എന്നതാണ്. ദിവസവും 2 മിനിറ്റ് ശാന്തമായി ഇരിക്കുക, ദീർഘമായി ശ്വാസം എടുക്കുക,
ഞാനിപ്പോൾ സുരക്ഷിതനാണ് എന്ന് ശരീരത്തിനോട് പറയുക. ശരീരം ശാന്തമായാൽ മാത്രമേ പുതിയ ഐഡന്റിറ്റി ഉള്ളിൽ ഉറയ്ക്കൂ. ഇനി 4-ാമത്തേത് വിഷ്വലൈസേഷൻ. നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാകാൻ ആഗ്രഹിക്കുന്നുവോ അത് നടന്നു കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ പുതിയ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ദിവസവും 5 മിനിറ്റ് സങ്കല്പിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറ് യാത്ര ചെയ്യുന്നത്, ആഗ്രഹിച്ച വീട്ടിൽ താമസിക്കുന്നത് ഒക്കെ കണ്ണടച്ച് കാണുക. ഇത് പതിവാക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വിചാരിക്കും ഇത് സത്യമാണെന്ന്. ഇനി 5-ാമത്തേത് നിങ്ങളുടെ കൂട്ടുകാരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂടെയുള്ളവർ എങ്ങനെയുള്ളവരാണ്? എപ്പോഴും പരാതി പറയുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്കും മാറ്റം വരാൻ പ്രയാസമായിരിക്കും. നമ്മൾ കാണുന്ന കാര്യങ്ങൾ ബ്രെയിൻ പകർത്തിയെടുക്കും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് എനർജി ഉള്ള ആളുകളുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ളവർ മോശമായി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അത് ബാധിക്കും. നല്ല രീതിയിൽ ചിന്തിക്കുന്ന, നിങ്ങളെ വളരാൻ സഹായിക്കുന്ന ആളുകളുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, മാറ്റം എന്നത് ഒരു ദിവസത്തെ കാര്യമൊന്നുമല്ല, അതൊരു യാത്രയാണ്. നിങ്ങൾ ഇന്നെടുക്കുന്ന ചെറിയൊരു തീരുമാനം നിങ്ങളുടെ നാളെയെ മാറ്റാൻ പോകുന്ന വലിയൊരു ചുവടുവെപ്പായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ആരാണോ അതല്ല നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി. നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ അതാണ് നിങ്ങൾ. നിങ്ങളുടെ ബ്രെയിനെ അതിനായിട്ട് പരിശീലിപ്പിക്കുക. പരാജയപ്പെടുമെന്ന പേടി മാറ്റിവെച്ച് എനിക്കിതിന് കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുക. അപ്പോൾ ഒരിക്കലും മറക്കരുത്, നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശക്തിയുണ്ട്. അത് പുറത്തെടുക്കാൻ നിങ്ങളുടെ ബ്രെയിനെ മാത്രം ഒന്ന് റിവെയർ ചെയ്താൽ മതി. ഇനി ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്